ശിവഭക്തനായ രാജാവായിരുന്നു ഭദ്രായു. ഇദ്ദേഹം ബാല്യകാലത്ത് തപസ്സിലേർപ്പെട്ടു. ഭദ്രായുവിന്റെ തപസ്സിൽ സംപ്രീതനായ പരമശിവൻ ഋഷഭൻ എന്ന നാമത്തിൽ അവന് മുന്നിൽ പ്രത്യക്ഷനായി. ഭദ്രായു, കേവലം ബാലനായിരിക്കവേ തന്നെ നീ അനുഷ്ഠിച്ച ഗംഭീര തപസ് എന്നെ അത്യധികം സന്തുഷ്ടനാക്കി തീർത്തിരിക്കുന്നു. പറയും, എന്തു വരത്താലാണ് ഞാൻ നിന്നെ അനുഗ്രഹിക്കേണ്ടത്? പരമശിവൻ ആരാഞ്ഞു. ദേവാ, അവിടുത്തെ ദർശനത്തെക്കാൾ ഉപരി മറ്റെന്ത് അനുഗ്രഹമാണ് ഞാൻ സിദ്ധിക്കേണ്ടത്? ഭഗവാനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് ഭദ്രായി തുടർന്നു. ശങ്കര, മനുഷ്യരെ ഇതര ജന്തുക്കളിൽ നിന്നും വേർതിരിക്കുന്നത് ധർമ്മ വിചാരമാണ്. ഭഗവാൻ എന്താണ് ധർമ്മം, എന്താണ് അധർമ്മം അവിടുന്ന് ഉപദേശിച്ചാലും ഭദ്രായു അപേക്ഷിച്ചു. പരമേശ്വരൻ പുഞ്ചിരി തോന്നി. ഭദ്രായു, ഏതു മനുഷ്യനെയും അവൻ ദേവനായാൽ പോലും അവന്റെ ധർമ്മത്തിന് ആധാരമായി വർത്തിക്കുന്നതോ അവന്റെ കർമ്മ വിവേചനമാണ്. ഭദ്രായു, നീ പ്രജാപരിപാലനത്തിൽ വ്യാപൃതനാകുന്ന അവസരത്തിൽ പ്രജാഹിതത്തെ രാജഹിതത്തിനുപരിയായി പ്രതിഷ്ഠിക്കാതിരിക്കുമ്പോൾ അത് അധർമ്മമാകുന്നു. മാതാപിതാക്കളെയും ഗുരുജനങ്ങളെയും സ്നേഹാദരങ്ങളോടെ ബഹുമാനിക്കുമ്പോൾ അവ ധർമ്മമായി പരിണമിക്കുന്നു. ഈ വിധം പരമേശ്വരൻ പറഞ്ഞു തുടങ്ങി. ജ്ഞാനാലബ്ധിയിൽ ഭദ്രായുവിന്റെ മുഖം സൂര്യനെ പോലെ ശോഭിച്ചു. അവൻ ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് അറിയിച്ചു. ദേവ, ഒരു രാജാവ് എന്നതിലുപരി ഒരു നല്ല മനുഷ്യനാകുന്നത് എങ്ങനെയാണെന്ന് അവിടുന്ന് തന്നെ എന്നെ അറിയിച്ചു കഴിഞ്ഞു. പ്രഭു, അവിടുത്തെ അനുഗ്രഹത്താൽ ഉത്തമനായ രാജാവും ഭരണാധിപനുമായി വർത്തിക്കുവാൻ എന്നെ തുണച്ചാലും. ഭദ്രായു, ധർമാധർമ്മ വിവേചനത്തിന് പുറമെ ഒരു രാജൻ അസ്ത്രവിദ്യകളിലും അദ്വിതീയനാകണം. ആയുധങ്ങൾക്ക് അധീശനായ രാജാവിന്റെ ശക്തിയിൽ ജനങ്ങളെന്നും സംതൃപ്തനായി ഭവിക്കും. ഭദ്രായി, നിനക്ക് ഞാനിതാ വിശിഷ്ടമായ ഘട്ടവും ശംഖും നൽകുന്നു, സ്വീകരിക്കുക. ഇവ ധരിക്കുന്ന നിന്നെ യുദ്ധത്തിൽ പരാജിതനാക്കുവാൻ ആരാലും സാധ്യമല്ല. എന്നിങ്ങനെ അരുളി ചെയ്തതുകൊണ്ട് ഭഗവാൻ അതിദിവ്യമായ ഒരു ഖഡ്ഗവും ശംഖും ഭദ്രായുവിന് നൽകി. കാലം കടന്നുപോയി. ഭഗവാൻ അനുഗ്രഹത്താൽ ശത്രുക്കളെയെല്ലാം അമർച്ച ചെയ്ത് ഭദ്രായു സാമ്രാട്ടായി വാണു. ആ ഇടയ്ക്ക് രാജാവിന്റെ ധർമ്മചിന്ത എത്രത്തോളം ഉണ്ടെന്നറിയുവാനുള്ള ആഗ്രഹം ശങ്കരനിൽ വളർന്നു വന്നു. അങ്ങനെ ഇരിക്കെ ഒരു നാൾ ഭീകരനായ ഒരു വ്യാഘ്രത്തിന്റെ രൂപം ധരിച്ച് പരമശിവൻ ഭദ്രായുവിന്റെ രാജ്യത്ത് പ്രവേശിക്കുകയും ഒരു ബ്രാഹ്മണ പത്നിയെ അപഹരിക്കുകയും ചെയ്തു. ഭാര്യയ്ക്ക് സംഭവിച്ച അപകടമേ ബ്രാഹ്മണനെ ദുഃഖിതനാക്കി തീർത്തു. അദ്ദേഹം വിലപിച്ചുകൊണ്ട് ഭദ്രായുവിനെ അഭയം തേടി. രാജൻ, ധീരനായ അങ്ങയുടെ രാജ്യത്ത് സാധുവായ ഒരു സ്ത്രീക്ക് സുരക്ഷിതത്വമില്ലേ? പ്രഭു, വ്യാഘ്രത്തിന്റെ ദംശങ്ങളിൽ നിന്ന് ജീവന് വേണ്ടി പോരാടുന്ന എന്റെ പത്നിയെ രക്ഷപ്പെടുത്തുവാൻ അങ്ങയ്ക്ക് സാധിക്കുകയില്ലേ? ബ്രാഹ്മണനെ സ്വാന്തനിപ്പിച്ച ശേഷം ആയുധവും കയ്യിലെടുത്ത് വ്യാഘ്രം പോയി ദിക്ക് നോക്കി ഭദ്രായു യാത്രയായി. കുറെ ദൂരം പിന്നിട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ബ്രാഹ്മണ പത്നിയെ പിടികൂടിയിരിക്കുന്ന വ്യാഘ്രത്തെ ഭദ്രായു കണ്ടു. അദ്ദേഹത്തിന്റെ കൈകൾ അതിവേഗം ആവനാഴിയിലേക്ക് പാഞ്ഞു. പെട്ടെന്ന് രാജാവിനെ അത്ഭുതപ്പെടുത്തുമാറ് വ്യാഘ്രം സംസാരിച്ചു തുടങ്ങി. ഹേ രാജൻ, അങ്ങ് ധർമാനിഷ്ഠനല്ലേ? എന്നാൽ അങ്ങയുടെ ഈ പ്രവൃത്തി ധർമ്മത്തിന് ചേർന്നതാണോ? വിശക്കുന്നവന് ഭക്ഷണം നിഷേധിക്കുന്നത് നീതിയാണോ? എന്റെ വിശപ്പകറ്റാൻ ഭഗവാൻ നിയോഗിച്ചത് ഇന്ന് ഈ സ്ത്രീയെയാണ്. ഞാൻ ആ വിധി അനുസരിക്കുകയാ. അങ്ങ് ആ യുദ്ധം പിൻവലിക്കുക. അല്പനേരം അത്ഭുത പരതന്ത്രനായി നിന്ന ശേഷം രാജാവ് മറുപടി നൽകി. വ്യാഘ്രമൻ, നിന്റെ പ്രശ്നം വിശപ്പിൻ്റെതാണെങ്കിൽ ആ സാധു സ്ത്രീയെ ഉപേക്ഷിച്ച് എന്നെ ഭക്ഷണമാക്കുക. ഇവളുടെ ദുർബല ശരീരത്തേക്കാൾ മാംസം നൽകുവാൻ എന്റെ ശരീരത്തിന് സാധിക്കുന്നതായിരിക്കും. അങ്ങത് സ്വീകരിക്കുക. വ്യാഘ്രം നിഷേധാർത്ഥത്തിൽ ശിരസിളക്കിക്കൊണ്ട് അറിയിച്ചു. രാജൻ, പ്രജാഹിതത്തെ കരുതിയാണെങ്കിലും സ്വയം ഹത്യയ്ക്ക് നീങ്ങുന്നത് പാപമാണ്. അല്ലെങ്കിൽ തന്നെ വലിയൊരു രാജ്യവും സ്വത്തും ഐശ്വര്യവുമുള്ള താങ്കൾ വെറുമൊരു സ്ത്രീക്കായി ദേഹത്യാഗം ചെയ്യുന്നത് ഉചിതമല്ല. അതിനാൽ ഇന്നത്തെ എൻ്റെ ഭക്ഷണം ഈ സ്ത്രീയാണ്. ഇല്ല, ഭദ്രായു ജീവനോടിരിക്കുകയും വരിക്കുകയും അത് സാധിക്കുകയില്ല. ധീരനായ എൻ്റെ രാജ്യത്തിൻ്റെ അശ്രദ്ധയിൽ മാത്രം ഒരു സ്ത്രീ മരണമടയുന്നത് ഞാൻ എങ്ങനെ പൊറുക്കും? വ്യാഘ്രമേ, വളരെയധികം സ്വത്തും ധനവും സമ്പത്തും ഐശ്വര്യവും ധർമ്മചിന്തയിൽ നിന്നും എന്നെ പിന്തിരിപ്പിക്കുകയില്ല. അതിനാൽ എന്നെ സ്വീകരിച്ച സ്ത്രീയെ ഉപേക്ഷിച്ചില്ല. എന്നിങ്ങനെ അപേക്ഷിച്ചുകൊണ്ട് ഭദ്രായു ശിരസ് നമിച്ചു. രാജാവിന്റെ ത്യാഗപ്രവൃത്തി കണ്ട പരമശിവൻ സന്തുഷ്ടനായി തീർന്നു. അദ്ദേഹം വ്യാഘ്രവേഷം പിടിഞ്ഞ സ്വരൂപം വീണ്ടെടുത്തതിന് ശേഷം കൊണ്ട് ഭദ്രായുവിനെ അനുഗ്രഹിച്ചു. ഭദ്രായു, നിന്റെ നിഗമനങ്ങൾക്കപ്പുറമുള്ള ഒരു തലത്തിലാണ് നീ ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത്. രാജൻ നിന്നെക്കുറിച്ചുള്ള ആശങ്കകൾ അസ്ഥാനത്തായതിൽ ഞാൻ സന്തുഷ്ടനാണ്. അനന്തരം ഭദ്രായുവിന് നിരവധി വരങ്ങൾ പ്രദാനം ചെയ്യുകയും ബ്രാഹ്മണ പത്നിയെ തിരിച്ചു നൽകുകയും ചെയ്യും. ഭദ്രായു പൂർവാധികം ധർമ്മനിഷ്ഠയോടെ രാജ്യം ഭരിക്കുകയും ചെയ്യും. അടുത്തത് ബൃഹതീർത്ഥത്തിന്റെ ഉൽപ്പത്തിയാണ്. തുടരും.